Hi all, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Today we are discussing about the third part of bug taxonomy. Welcome to this session. Bug taxonomy sixth category ആണ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് ഡിസൈൻ ബഗ്സ്. നമുക്കറിയാം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ, അതിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്. എന്നാൽ ടെസ്റ്റിംഗ് ഫേസിലും നമ്മൾക്ക് എന്ത് വരാം? എറേഴ്സ് വരാം. ടെസ്റ്ററിന് ഫോർ എക്സാമ്പിൾ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ടൈം, ടെസ്റ്റ് ചെയ്യാൻ ഇനഫ് ടൈം കിട്ടാതെ വരുവാണെങ്കിൽ, ടെസ്റ്റ് റിസോഴ്സസ് കിട്ടാതെ വരുവാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫേസിലും നമ്മൾക്ക് എന്തുണ്ടാകാം? എറേഴ്സ് വരാം. നമുക്ക് എറേഴ്സ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയേക്കാം. അപ്പം ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് ഡിസൈൻ ബഗ്സിൽ അത്തരം എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റ് ക്രൈറ്റീരിയ. ടെസ്റ്റിംഗ് ഹെൽപ്പ് us to detect as many bugs as possible so as to reduce the risk of failure of the software. ഒരു സോഫ്റ്റ്വെയർ ഫെയിലിയറാണ്, ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തി അതിൻ്റെ ഡിഫക്റ്റ് റിലീസിന് മുമ്പേ കണ്ടുപിടിച്ച് ആ ഡിഫക്റ്റിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും. അപ്പം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് does not prove that system is bug free. ഒരു സിസ്റ്റം ബഗ് ഫ്രീ ആണെന്ന്, ടെസ്റ്റിംഗ് സക്സസ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിന് ഒരു എറേഴ്സും ഇല്ല എന്നല്ല. ചിലപ്പോൾ ഇത് വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷണൽ എൻവയോൺമെൻറ്റിൽ വരുമ്പോഴായിരിക്കും ഇത് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് proves the system, doesn't prove that the system is bug free. All these limitations make testing as a process which cannot judge the behavior of the system. അപ്പം ടെസ്റ്റിങ്ങിൻ്റെ അകത്തും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ പ്രോഡക്റ്റ് എറർ ഫ്രീ അല്ല, അല്ലെങ്കിൽ നല്ല ബിഹേവിയർ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇതിനെ ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫേസിൽ വരുന്ന ബഗ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെ 4 മെഷേഴ്സാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് ഡീബഗ്ഗിങ്, ടെസ്റ്റ് ക്വാളിറ്റി അഷ്വറൻസ്, ടെസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഓട്ടോമേഷൻ ആൻഡ് ടെസ്റ്റ് ഡിസൈൻ ഓട്ടോമേഷൻ. ഈ 4 മെഷേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റിംഗ് ഫേസിൽ വരുന്ന എറേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. The first one is test debugging. Test debugging is all about finding any issues related to test cases. നമുക്കറിയാം ടെസ്റ്റിങ്ങിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് IDs, മെട്രിക്സ് ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ടെസ്റ്റ് കേസസിൻ്റെ അകത്ത് എറേഴ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഡീബഗ്ഗിങ് നമ്മൾ നടത്തുന്നത്. Test quality assurance. Testing is a structured process which shall monitor and control skill and the competency of tester and also capability of the test related processes. മറ്റ് SDLC ഫേസസിലെ പോലെ തന്നെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. അപ്പം അവിടെ സ്കിൽ ആൻഡ് കോമ്പറ്റൻസി ഓഫ് ദി ടെസ്റ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, മോഡൽ ബേസ്ഡ് ടെസ്റ്റ് മെച്യൂരിറ്റി മോഡൽ TMM is in practice which is of use in test quality assurance. ഈ മോഡൽസ് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ക്വാളിറ്റി അഷ്വറൻസ് നടത്താറുണ്ട്. അപ്പോൾ സ്കിൽ ഓഫ് ദ ടെസ്റ്ററും നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. ഓക്കെ, ദെൻ ടെസ്റ്റ് എക്സിക്യൂഷൻ ഓട്ടോമേഷൻ. Whenever there is need to carry out many round of tests on the same system, we can sense the possibility of text execution automation. സീരീസ് ഓഫ് റൗണ്ട് ടെസ്റ്റിംഗ് നമ്മൾ ഒരു സെയിം സിസ്റ്റത്തിൽ നടത്തണമെങ്കിൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ടൈം സേവിങ്ങിന് കൂടുതൽ നല്ലത്. സീരീസ് ഓഫ് ടെസ്റ്റ് സെയിം സിസ്റ്റത്തിൽ തന്നെ വീണ്ടും മെനി റൗണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമേറ്റ് ചെയ്യണം. അതിന് പല ടെസ്റ്റിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ ഈസ് ടെസ്റ്റ് ഡിസൈൻ ഓട്ടോമേഷൻ. സ്ലോ ബട്ട് സ്റ്റഡി, മോർ ആൻഡ് മോർ ടൂൾസ് ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ടെസ്റ്റ് ഡിസൈൻ ഓട്ടോമേഷൻ. ഇവിടെയും അത് തന്നെയാണ്. ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടൈം സേവിങ് ആണ്. ഡിസൈൻ ലെവലിലും കോഡ് ലെവലിലും സിസ്റ്റം ലെവലിൽ പോലും നമുക്ക് ഈ ടൂൾസ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ഡിസൈനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടെസ്റ്റിംഗ് ഫേസിൽ വരുന്ന എറേഴ്സിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. സെവൻത്ത് കാറ്റഗറി ടെസ്റ്റിംഗ് ആൻഡ് ഡിസൈൻ സ്റ്റൈൽ ആണ്.
ടെസ്റ്റിംഗ് ഫേസ് നമ്മൾ നടത്തുന്നത് തന്നെ അതായത് ബിഫോർ കേസസ് നമ്മൾ ഡിസൈൻ നമ്മുടെ ചെയ്യുമ്പോൾ സിസ്റ്റം അതിൽ വരുന്ന എറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അപ്പം ടെസ്റ്റിംഗിൽ തന്നെ നമ്മൾ ഡിസൈൻ സ്റ്റൈൽ ബഗ്സ് വന്നു കഴിഞ്ഞാൽ ഫേസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് മാറും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ടെസ്റ്റ് കേസ് ഡിസൈൻ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫേസ് തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അതിനെ in order to carry out effective testing, good design and good code is prerequisite or necessary. അതുകൊണ്ട് നമുക്കൊരു ടെസ്റ്റിംഗ് നടത്തണമെങ്കിൽ നല്ല ഡിസൈനും ഗുഡ് ഡിസൈനും ആൻഡ് ഗുഡ് കോഡ് ഈസ് നെസസറി. ബാഡ് ഡിസൈനിലും ബാഡ് കോഡിലുമാണെങ്കിൽ നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഫേസ് റൺ ചെയ്യുന്നതെങ്കിൽ ഇൻ എവറി റൗണ്ട് ഓഫ് ടെസ്റ്റിംഗ് ഷോസ് ഇൻക്രീസിങ് ന്യൂ ബഗ്സ് ആൻഡ് നെവർ എൻഡിങ് ടെസ്റ്റിംഗ്. ബാഡ് ഡിസൈനും ബാഡ് കോഡ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോ റൗണ്ട്സ് കഴിയും തോറും എറേഴ്സിൻ്റെ എണ്ണം കൂടിയും വരും. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പം ടെസ്റ്റ് ഡിസൈനിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ബഗ് ടാക്സോണമി ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ബഗ് ടാക്സോണമി നല്ലതുപോലെ ശ്രദ്ധിക്കുക, വായിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഈസ് കോൺസിക്വൻസ് ഓഫ് ബഗ്സ്. സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഡു നോട്ട് വർക്ക് ആസ് എക്സ്പെക്റ്റഡ്. മെനി കേസ് ടൈമിൽ നമുക്ക് സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പറയും സോഫ്റ്റ്വെയർ ഇസ് ബഗ്ഗി ആണെന്ന് പറയും. ഓക്കെ, അപ്പം ബഗ്ഗി ആവാനായിട്ട് പല പല റീസൺസ് ഉണ്ട്. അതിൽ വൺ റീസൺസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ഹ്യൂമൻ മിസ്റ്റേക്സ്. കാരണം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസ് ചെയ്യുന്നത് ഹ്യൂമൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ദേ ആർ ഫാലിബിൾ, ദേ ആർ ലയബിൾ ടു മേക്ക് മിസ്റ്റേക്സ്. Other bugs may have been caused due to bad assumptions made using software development. നമ്മൾ ബാഡ് അസംഷൻസ് എടുക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എടുക്കുന്ന ബാഡ് അസംഷൻസ് ഫ്യൂച്ചറിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ബഗ്ഗി ആവാനുള്ള റീസണാണ്. സെക്കൻഡ് റീസൺ അതാണ്. ഇനി ഇതേത് റീസൺ ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റ്വെയർ ഫെയിലിയർ ആണെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാക്കും. അതെന്തൊക്കെയാണ്? costly or damaging like loss of money, time or business credibility, loss of life. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പോലും അതെന്ത് ചെയ്യും? ബാധിക്കും. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ടു അൺകവർ മെനി മിസ്റ്റേക്സ് ആസ് പോസിബിൾ സോ ദാറ്റ് ദ കസ്റ്റമർ ആൻഡ് യൂസർ ഷാൽ നോട്ട് ഫേസ് പ്രോബ്ലം ബിക്കോസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് മിസ്റ്റേക്സ് ഇൻ സോഫ്റ്റ്വെയർ. അപ്പം ലോസ് ഓഫ് മണി, ടൈം, ബിസിനസ് ക്രെഡിബിലിറ്റിനെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫേസ് ആഡ് ചെയ്തേക്കുന്നത്. ലോസ് ഓഫ് മണി, ലോസ് ഓഫ് ലൈഫ് സംഭവിക്കാതിരിക്കാൻ. അതായത് റിലീസിന് മുമ്പ് തന്നെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ടെസ്റ്റിംഗ് ആൻഡ് റിവ്യൂസ് ആസ് മെനി ബഗ്സ് ആർ പോസിബിൾ ഷാൽ ബി ഡിറ്റക്റ്റഡ് സോ ആസ് ടു റെഡ്യൂസ് ദി ഇമ്പാക്റ്റ് ഓഫ് സച്ച് ബഗ്സ്. ടെസ്റ്റിങ്ങിൽ നമ്മൾ ഒത്തിരി അധികം ബഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മുടെ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പോരായ്മകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് മെനി ബഗ്സ് ഷാൽ ബി ഡിറ്റക്റ്റഡ്. പക്ഷേ ഈ ഡിറ്റക്റ്റ് ചെയ്യുന്ന എല്ലാ ബഗ്സിനെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഡിറ്റക്റ്റ് ചെയ്യുന്ന എല്ലാ ബഗ്സിനെയും നമുക്ക് ചിലത് മൈൽഡായിരിക്കാം, ചിലത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. ഓക്കെ, അപ്പം ബഗ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ചില ക്രൈറ്റീരിയ ഉപയോഗിച്ച് പ്രയോറൈറ്റൈസ് ചെയ്തിട്ട് അതിനെയായിരിക്കും അത് അഡ്രസ്സ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ബഗ്സിനെ ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം റിക്വയർസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബഗ് ആൻഡ് ദെയർ കോൺസിക്വൻസ് ഓൺ സോഫ്റ്റ്വെയർ. അപ്പം ബഗ്സിന് നമ്മൾ ഒത്തിരി ബഗ്സ് കണ്ടുപിടിക്കുന്നു എന്നതുകൊണ്ട് കാര്യമില്ല. ബഗ്സിനെ കണ്ടുപിടിച്ചാൽ പോരാ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അതിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് ബഗ്സ്. ഒരു ബഗിൻ്റെ ഇമ്പോർട്ടൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. അതാണ് ബഗ് ഇമ്പോർട്ടൻസ് ഇൻ USD, യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളർ, USD. ഓക്കെ, ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു കറക്ഷൻ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പ്ലസ് കോൺസിക്വൻറ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പം ബഗിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോർമുല എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ബഗ് ഇമ്പോർട്ടൻസ് ഇൻ USD, യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളറിൽ നമ്മൾ ബഗിൻ്റെ ഇമ്പോർട്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഇൻറ്റു കറക്ഷൻ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പ്ലസ് കോൺസിക്വൻസ് കോസ്റ്റ്. ഓക്കെ, ഫ്രീക്വൻസി ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ടൈംസ് എ പർട്ടിക്കുലർ ബഗ്സ് ഒക്കർ. എത്ര തവണ ഒരു ബഗ് ഒക്കർ ചെയ്തു എന്നത്
ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് ഫ്രീക്വൻസി. ദെൻ കറക്ഷൻ കോസ്റ്റ്. ഇറ്റ്സ് എ ടോട്ടൽ കോസ്റ്റ് ഇൻക്വയർഡ് ടുവേർഡ്സ് കറക്റ്റിംഗ് ദ ബഗ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബിൻ റിപ്പോർട്ടഡ്. ഒരു ബഗ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം കോസ്റ്റ് അവിടെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് എ സം ഓഫ് ടു കമ്പോണൻറ്റ്സ്. അറ്റ് കോസ്റ്റ് ഓഫ് ഡിറ്റക്റ്റിംഗ് ദ ബഗ് പ്ലസ് കോസ്റ്റ് ഓഫ് കറക്റ്റിംഗ് ഇറ്റ്. ഒരു ബഗിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ എടുത്ത കോസ്റ്റ് പ്ലസ് ദ കോസ്റ്റ് ഓഫ് കറക്റ്റിംഗ് ഇറ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് കറക്ഷൻ കോസ്റ്റ്. ഓക്കെ. ദെൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. ഇറ്റ്സ് എ കോസ്റ്റ് ഓഫ് റീഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് ദ സോഫ്റ്റ്വെയർ അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ ആഫ്റ്റർ ദ ഫിക്സ്. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ബഗിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും എടുക്കുന്ന കോസ്റ്റാണ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. ദെൻ കോൺസിക്വൻസ്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ ബഗ് ഉണ്ടാക്കിയ ഡാമേജസ്, ബിസിനസ്, ഹ്യൂമൻ ലൈഫ്, ഓർഗനൈസേഷൻ്റെ ക്രെഡിബിലിറ്റിക്ക് ഉണ്ടാക്കിയ ഡാമേജസ് ആണ് ഇവിടെ കോൺസിക്വൻറ്റ് കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ബഗ്സ് ഓർ കോൺസിക്വൻസ് ഓഫ് ബഗ്സ്. കോൺസിക്വൻസ് ഓഫ് ബഗ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയാരിറ്റി ഓഫ് ദി ബഗ്. സിവിയാരിറ്റി ഓഫ് ബഗിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കോൺസിക്വൻസ് വിലയിരുത്തുന്നത്. ഫോർ എക്സാമ്പിൾ, മൈൽഡ് എന്ന് പറയുകയാണെങ്കിൽ ദ ബഗ് ദാറ്റ് ഡു നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ ദ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പെർഫോമൻസ്. ഓപ്പറേഷനോ പെർഫോമൻസിനോ ഒരു എഫക്റ്റും ഇല്ലാത്ത ബഗ്സ് ആണെങ്കിൽ അത് മൈൽഡ് കാറ്റഗറിക്കകത്ത് വരും. ദെൻ മൈനർ ക്യാൻ കോസ് സ്മോൾ ഓർ നെഗ്ലിജിബിൾ കോൺസിക്വൻസ് ഓഫ് ദ സിസ്റ്റം. നെഗ്ലിജിബിൾ, വളരെ ചെറിയ അളവിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ സ്മോൾ എമൗണ്ടിലാണെങ്കിൽ അത്തരം ബഗിനെ കോൺസിക്വൻസിനെ നമ്മൾ മൈനറായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദെൻ മേജർ ദാറ്റ് കോസ് ദ മാൽ ഫങ്ഷനിങ് ഓഫ് ദ സിസ്റ്റം വിത്ത് മാനേജബിൾ കോസ്റ്റ് ആൻഡ് യൂസർ സാറ്റിസ്ഫാക്ഷൻ. മാനേജബിൾ കോസ്റ്റിൽ തന്നെ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ബഗ് മേജറാണ്. ദെൻ കാറ്റാസ്ട്രോപ്പിക്, അതായത് സീരിയസ് എഫക്റ്റ് ആണ്, മീൻസ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. അപ്പോൾ വർക്ക് ടാക്സോണമിയുടെ ലാസ്റ്റ് സെക്ഷൻസും ഇമ്പോർട്ടൻസ് ഓഫ് ബഗ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ദെൻ ദ ആക്ടിവിറ്റി സെക്ഷൻ. Please go through the questions and answer the questions and send the pic to the official WhatsApp group. Thank you.